ഇതാണ് കൊൽക്കട്ട സെൻട്രൽ ഐനോക്സ് തിയേറ്റർ, LICയുടേത്, പിയർലെസ് ഹോട്ടൽ, എസ്പ്ലനേഡ് എന്നാണ് ഇത് പറയാം. ചാന്ദിനി ചൗക്കൊക്കെ ഇതിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ ട്രം കാണാൻ പോവാണ്. ട്രാം അതിൻ്റെ പേര് നമുക്ക് നോക്കാം. ഇതാണ് ട്രാം, ശ്യാം ബസാർ എസ്പ്ലനേഡ്. ട്രാം എന്നറിയപ്പെടുന്ന ടൗണിലൂടെ ഓടുന്ന ട്രെയിൻ. അതിൻ്റെ ട്രാക്കിലൂടെയൊക്കെ അത് പോവുക. ഇത് ട്രാക്ക് ഉണ്ട്, ആ ട്രാക്കിലൂടെയാണ് ഇത് പോവുക. സീറ്റ് ബസ് പോലെ തന്നെയാണ്, പക്ഷെ ബസ്സല്ല കേട്ടോ ഇത് ബസ്സല്ല, ഇത് ട്രെയിനാണ്. സിറ്റീൻ്റെ നടുക്കൂടെ പോകുന്ന ട്രെയിൻ. അതിൻ്റെ പേര് ട്രാം എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. ടിക്കറ്റ് എസ്പ്ലനേഡ് ആൻഡ് പോകുന്നത് ശ്യാം ബസാർ വരെ. അത് തിരിച്ചുണ്ടാവും തോന്നുന്നു, നോക്കാം. പുള്ളിയാണ് വണ്ടി ഓടിക്കുന്നത്. അതിന് എഞ്ചിന് കണ്ട 9686310H. അതാ സംഭവം. സീറ്റൊക്കെ കിടിലം തന്നെ കേട്ടോ. വിവേകാനന്ദ സ്റ്റാച്യു വരെ പോകുന്നുള്ളൂ, പക്ഷെ അത്രയും ദൂരം പോകണ്ടെന്ന് വിചാരിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരാം. അതിൻ്റെ ട്രാക്ക് നിങ്ങൾ കണ്ടത് തന്നെ, ചെറിയ രീതിയിലെ ട്രാക്ക് റോട്ടിൻ്റെ അതിലൂടെയൊക്കെ ആണ് പോകും. ടാക്സി ഇതിലൂടെ സഞ്ചരിച്ച് നമുക്കത് സിറ്റിയൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. പഴയ വണ്ടിയാണ്, സിറ്റി കാണാൻ പറ്റും. ഓരോ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ളിലുള്ള സ്ഥലങ്ങളൊക്കെ ഈ ട്രെയിൻ എല്ലാ സ്ഥലത്തൂടെയും പോകുന്നില്ല. കാരണം നല്ല തിരക്കുള്ള സ്ട്രീറ്റിലൊക്കെ ഇത് ഭയങ്കര ഇത് കാണാനായിട്ട് കുറേ ആളും വരുമില്ല. ട്രാം കണ്ടോ, ട്രാം ഇങ്ങനെ ഒരു കമ്പി ഉണ്ടോ, അതിൻ്റെ കൂടെയാണ് പോകുന്നത്. റോഡിൻ്റെ ഇതിലൂടെ ഒക്കെ വിവേകാനന്ദ മ്യൂസിയമാണ്, രാമകൃഷ്ണ മിഷൻ്റെ മ്യൂസിയം. ഇത് രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ ആൻസിസ്ട്രൽ ഹൗസ് ആൻഡ് കൾച്ചറൽ സെൻറ്റർ, കൊൽക്കട്ട. കൊൽക്കട്ടയിലെ വിവേകാനന്ദൻ്റെ ആൻസിസ്ട്രൽ ഹോമാണിത്. ആ മ്യൂസിയമായിട്ട് ഇവർ മാറ്റി. അപ്പോൾ അത് കാണാൻ കാഴ്ച. വിവേകാനന്ദ സ്റ്റാച്യു ഉണ്ട്. ഇപ്പോൾ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്, ഉള്ളിൽ ആരും പ്രവേശിപ്പിക്കുന്നില്ല. പോയി നോക്കാനുണ്ട്, കാണാൻ പറ്റുമോ, കയറാം. ഇതാ വേറെ ട്രാന് പോകുന്നു, തിരിച്ചൊരു ട്രാന് വരും. ട്രാൻ്റെ ചരിത്രം ബ്രിട്ടീഷ് കാലം മുതലേ ഉണ്ട്. ശരിക്കും ഇത് ഇലക്ട്രിക്കലിലാണ് ഈ വയറിൽ ഓടുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം എൻ്റെ ചരിത്രം വിക്കിപീഡിയയിൽ വായിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇതൊരു കുതിരയായിരുന്നു പോയിരുന്നത്. പിന്നെ കുതിര മാറി അതിനെ ഇലക്ട്രിക്കലാക്കി മാറ്റി. ആ ടൈം തന്നെ ഇലക്ട്രിക്കലാക്കി. അപ്പോൾ ആ ടൈമിനെ ഇലക്ട്രിക്കലാക്കിയത് അത് വർഷം എന്ന് വെച്ചാൽ 1900, 19-ാം നൂറ്റാണ്ടിലെ തുടക്കത്തിലാണ് ഇത് ഇവിടെ നിന്ന് തന്നെയാണ് തുടങ്ങിയത് എന്നുള്ളതാണ് ചരിത്രം. എസ്പ്ലൻ എന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന്
ആണിത് തുടങ്ങിയത്. ചരിത്രം വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വണ്ടി തന്നെയായത്. എത്രയോ വർഷം മുമ്പ് വന്നതാണ്. ഇപ്പോഴതിൻ്റെ അതിൻ്റെ വില മെട്രോവും മറ്റേതൊക്കെ വന്നപ്പോൾ അതിൻ്റെ വില ഇല്ലാതായി. കോട്ടയിലെ ട്രാം കഴിഞ്ഞു. ഇനി ഒരു ഫുഡ് ആവാം. ഇതുവരെ ഫുഡ് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിഞ്ഞ ശേഷം ഈഡൻ ഗാർഡൻ.